വെൽക്കം ടു ദ നെക്സ്റ്റ് സെഷൻ ഓൺ ബേസിക് മാത്തമാറ്റിക്കൽ അനാലിസിസ്. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നെസ്റ്റഡ് ഇൻ്റർവെൽസ് പ്രോപ്പർട്ടി ആണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് നെസ്റ്റഡ് ഇൻ്റർവെൽസ് എന്ന് നോക്കാം. എ സീക്വൻസ് ഓഫ് ഇൻ്റർവെൽസ് in is said to be nested if in plus 1 is a subset of in for all n element of natural numbers. എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലൊരു സീക്വൻസ് ഓഫ് ഇൻ്റർവെൽസ് ഉണ്ട്. ഇത് നെസ്റ്റഡ് ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ I1ൻ്റെ ഉള്ളിലായിരിക്കണം I2, I1ൻ്റെ സബ്സെറ്റ് ആയിരിക്കണം I2, I2വിൻ്റെ സബ്സെറ്റ് ആയിരിക്കണം I3, അതിൻ്റെ സബ്സെറ്റ് ആയിരിക്കണം I4 എക്സെട്ര. അതായത് നമ്മുടെ കയ്യിലൊരു ഇൻ്റർവെൽ ഉണ്ട്, അതിൻ്റെ ഉള്ളിലടുത്തത് അതിൻ്റെ ഉള്ളിലടുത്തത് അതിൻ്റെ ഉള്ളിലടുത്തത് അങ്ങനെ ഉള്ളിലേക്കാണ് തുടർന്ന് വരുന്ന ഇൻ്റർവെൽസിനെ നമ്മൾ നമ്മൾ എടുത്തിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു സീക്വൻസ് ഓഫ് ഇൻ്റർവെൽസിനെയാണ് നെസ്റ്റഡ് ഇൻ്റർവെൽസ് എന്ന് നമ്മൾ പറയാം. അപ്പോൾ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. സപ്പോസ് in is equal to 0, 1 by n where n element of natural numbers. So what is I1? I1 is 0, 1. This is I1. Now I2 will be 0, 1 by 2. So ഈ അറ്റം ഇവിടെ തന്നെ, പക്ഷേ ഇൻ്റർവെൽ ഒന്ന് ചെറുതായി 0, 1 by 2. ദെൻ I3 വിൽ ബി 0, 1 by 3. സോ ഇവിടെ വരെയുള്ളൂ. അപ്പോൾ ആദ്യത്തെ ഇൻ്റർവെൽ ഇത്ര ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇൻ്റർവെൽ ചെറുതായി, ദെൻ അതിൽ പിന്നെയും ചെറുതാവുന്നു. ഇനി I4 എന്ന് പറയുമ്പോൾ 0, 1 by 4 ഇവിടെ വരെ ഉണ്ടാവുള്ളൂ. 0യിൽ തുടങ്ങുന്നു, ഈ 1 by 4ൽ അവസാനിക്കുന്നു. ഓക്കെ, അങ്ങനെ ഇൻ്റർവെൽസ് ഒന്നിനുള്ളിലൊന്ന് അങ്ങനെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ നെസ്റ്റഡ് ഇൻ്റർവെൽസ് എന്ന് പറയാം. വേറെ ഒരു എക്സാമ്പിളാണ് in ഈക്വൽ ടു -1 by n 1 by n. അപ്പോൾ നമുക്ക് നോക്കാം ഇതെന്താണെന്ന്. വാട്ട് വിൽ ബി I1? സോ ദിസ് ഈസ് അവർ റിയൽ ലൈൻ. ഇവിടെ 0 ഉണ്ട്. അവർ I1 will be -1, 1. So suppose here we have -1 and 1 here. Then I2 will be -1 by 2, 1 by 2. So -1 by 2 and 1 by 2. I3 will be -1 by 3, 1 by 3. അപ്പോൾ നോക്കാം, ഇവിടെയും നമ്മൾ ഉള്ളിലേക്കാണ് ഇൻ്റർവെൽസ് വരുന്നത്. ഓക്കെ, ഒരു ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിലാണ് അടുത്ത ഇൻ്റർവെൽ വരുന്നത്. സോ ദിസ് ഈസ് ഓൾസോ എ നെസ്റ്റഡ് സീക്വൻസ് ഓഫ് ഇൻ്റർവെൽസ്. ഇനി വേറൊരു എക്സാമ്പിളാണ് in ഈക്വൽ ടു ഓപ്പൺ ഇൻ്റർവെൽ n ഇൻഫിനിറ്റി. ക്ലോസ്ഡ് ഇൻ്റർവെൽ ആയാലും കുഴപ്പമൊന്നുമില്ല, അപ്പോഴും നെസ്റ്റഡ് തന്നെയാണ്. നമുക്ക് നോക്കാം ഇതെന്താണ്. വാട്ട് ഈസ് I1? സപ്പോസ് ഹിയർ ഐ ഹാവ് 0, 1, 2, 3, 4 etc. Okay, so I1 is interval, here I have taken open interval, so interval 1 infinity. I2 is interval 2 infinity. I3 is interval 3 infinity. So here also I2 is contained in I1, I3 is contained in I2 etc. So this is also a nested sequence of intervals. ഓക്കെ, അപ്പോൾ ഇനി ഒന്നൊന്ന് ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ എടുത്ത ഈ മൂന്നാമത്തെ എക്സാമ്പിളിൽ എല്ലാ INലും കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും കോമൺ ആയിട്ട് എല്ലാ INലും ഉണ്ടാവുമോ? നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം, ഉണ്ടാവില്ല. കാരണം സപ്പോസ് ഒരു എക്സ് എന്ന് പറയുന്നത് എല്ലാ INലും ഉണ്ട് എന്ന് നമ്മൾ അസ്യൂം ചെയ്തു എന്ന് കരുതുക. അല്ലെങ്കിൽ എക്സ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പോസിറ്റീവ് റിയൽ നമ്പർ ആണ് എന്നെടുക്കുക. ദെൻ നമ്മൾ ആർക്കിമീഡിയൻ പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. എക്സിനേക്കാളും വലിയ നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്. സോ എക്സിനേക്കാളും വലിയ ഏതോ ഒരു നാച്ചുറൽ നമ്പർ n ഇവിടെ ഉണ്ട്. സോ n ടു ഇൻഫിനിറ്റിയിൽ എക്സ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഒരു റിയൽ നമ്പറും എല്ലാ INലും ഉണ്ടാവുന്നതായിട്ടുണ്ടാവില്ല. സോ ഇൻ്റർസെക്ഷൻ ഓവർ an IN എന്ന് പറയുന്നത് ഇവിടെ ഇറ്റ് ഈസ് ആൻ എംപ്റ്റി സെറ്റ്. ഇനി സെക്കൻഡ് എക്സാമ്പിൾ നോക്കാം. സെക്കൻഡ് എക്സാമ്പിളിൽ നമുക്ക് എല്ലാത്തിലും കോമൺ ആയിട്ട് ഒരാൾ എന്തായാലും ഉണ്ടാവും, 0. ഓക്കെ, ഇനി ഫസ്റ്റ് എക്സാമ്പിൾ
സീക്വൻസ് ഓഫ് ഇൻ്റർവെൽസ് ഐ എൻ നമ്മളിവിടെ ഐ എൻ ഈക്വൽ ടു 0 1 ബൈ എൻ എടുത്തിട്ടുണ്ട്. ഈ 0 1 ബൈ എന്നിൽ കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടാവുമോ? 1 എന്ന് ചെറുതായി ആണ് വരുന്നത്. എല്ലാത്തിലും കോമൺ ആയിട്ട് 0 ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഈ ഹെഡിങ്ങിൽ പറഞ്ഞിരിക്കുന്ന പ്രോപ്പർട്ടി നെസ്റ്റഡ് ഇൻ്റർവെൽസ് പ്രോപ്പർട്ടി പഠിക്കാൻ പോവുകയാണ്. ഈ നെസ്റ്റഡ് ഇൻ്റർവെൽസ് പ്രോപ്പർട്ടി നമുക്ക് കൃത്യമായിട്ട് ഒരു കണ്ടീഷൻ തരികയാണ്. എപ്പോഴാണ് ഒരു നെസ്റ്റഡ് സീക്വൻസ് തന്നു കഴിഞ്ഞാൽ അതിലെല്ലാത്തിലും കോമൺ ആയിട്ട് ഒരു എലമെൻ്റ് ഉണ്ടാവും എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന സിറ്റുവേഷൻ ഏതാണ്? ഇനി പറയുന്ന കണ്ടീഷൻ അല്ലാത്ത കേസുകളിലും ഒരുപക്ഷെ നമുക്ക് എല്ലാത്തിലും കോമൺ ആയിട്ട് എലമെൻറ്റ്സ് ഉണ്ടായേക്കാം. പക്ഷെ ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മളിവിടെ പറയുന്നത്. സോ നെസ്റ്റഡ് ഇൻ്റർവെൽസ് പ്രോപ്പർട്ടി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു നെസ്റ്റഡ് സീക്വൻസ് ഓഫ് ഇൻ്റർവെൽസ് എടുത്തിരിക്കുകയാണ്. ഈ ഇൻ്റർവെൽസിൻ്റെ പ്രത്യേകത ദേ ആർ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇൻ്റർവെൽസ്. ഓക്കെ, closed and bounded intervals. Then there exists a number psi element of in for all n element of n. If in equal to an bn, where n element of natural numbers is a nested sequence of closed bounded intervals, then there exists a number psi element of in for all n element of നാച്ചുറൽ നമ്പേഴ്സ്. ഇതാണ് നെസ്റ്റഡ് ഇൻ്റർവെൽസ് പ്രോപ്പർട്ടി പറയുന്നത്. അതായത് നമ്മൾ എടുക്കുന്ന ഇൻ്റർവെൽസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ക്ലോസ്ഡ് ഇൻ്റർവെൽസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഓപ്പൺ ഇൻ്റർവെൽസ് ആയിരിക്കാം, ചിലപ്പോൾ ബൗണ്ടഡ് ഇൻ്റർവെൽസ് ആയിരിക്കാം, ചിലപ്പോൾ അൺബൗണ്ടഡ് ഇൻ്റർവെൽസ് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ എടുക്കുന്ന എല്ലാ ഐഎന്നുകളും ക്ലോസ്ഡും ബൗണ്ടഡും ആണെങ്കിൽ ഉറപ്പായിട്ടും അവരുടെ ഇൻ്റർസെക്ഷനിൽ ഒരാളുണ്ടാവും. അതായത് എല്ലാത്തിലും കോമൺ ആയിട്ട് ഒരാളുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഐ എൻ ഈക്വൽ ടു എ എൻ ബി എന്ന് പറയുന്ന നെസ്റ്റഡ് സീക്വൻസ് ആണ്. സോ വി ഹാവ് ദിസ് ഇസ് A1. ഏറ്റവും വലിയ ഇൻ്റർവെൽ എന്ന് പറയുന്നത് A1 B1 ആയിരിക്കും. അതിൻ്റെ ഉള്ളിൽ A2 B2, അതിൻ്റെ ഉള്ളിൽ A3 B3, ഇങ്ങനെയാണ് നമ്മൾ പോണത്. ഓക്കെ, അപ്പോൾ കോമൺ ആയിട്ടൊരു എലമെൻ്റ് ഉണ്ടാവും എന്ന് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവാണ്. സോ നമുക്ക് പ്രൂഫിലേക്ക് കടക്കാം. ഇൻ്റർവെൽസ് ആർ നെസ്റ്റഡ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് I1 നിന്നാണ് അല്ലേ? I1ൻ്റെ ഉള്ളിൽ I2, അതിൻ്റെ ഉള്ളിൽ I3, അതിൻ്റെ ഉള്ളിൽ I4, അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നമുക്കൊരു കാര്യം ഉറപ്പാണ്, എല്ലാ INഉം I1ൻ്റെ ഉള്ളിലുണ്ടാവും. സോ IN ഈസ് എ സബ്സെറ്റ് ഓഫ് I1 ഫോർ ഓൾ n എലമെൻറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. എന്ന് വെച്ചാൽ എന്താ? IN ആരാ? ക്ലോസ്ഡ് ഇൻ്റർവെൽ AN BN. ഇറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് I1 എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ്റർവെൽ A1 B1 ഫോർ ഓൾ n എലമെൻറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്. പിക്ചർ ശ്രദ്ധിക്കുക. നമുക്കിവിടെ A1 B1ൻ്റെ ഉള്ളിലാണ് എല്ലാ AN BNകളും ഉള്ളത്. അപ്പോൾ ഈ ഓർഡർ നോക്കിയാൽ അറിയാം, AN ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു B1 ഫോർ ഓൾ n. എല്ലാ ANകളും B1നേക്കാൾ ചെറുതായിരിക്കും, ഒരു സംശയവും വേണ്ട. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനൊരു സെറ്റ് എടുക്കുകയാണ്, എല്ലാ ANകളുടെയും കൂടി സെറ്റ്. സോ ക്യാപിറ്റൽ A എന്ന് ഞാനതിന് പേര് കൊടുത്തു. ക്യാപിറ്റൽ A ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ AK വെർ K എലമെൻറ്റ് ഓഫ് n. എല്ലാ AKകളുടെയും അല്ലെങ്കിൽ എല്ലാ ANകളുടെയും കൂടി സെറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പം നമുക്ക് കിട്ടി ഈ എല്ലാ ANകളും അതല്ലെങ്കിൽ എല്ലാ AKകളും B1നേക്കാൾ ചെറുതാണ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഈ ക്യാപിറ്റൽ A എന്ന് പറയുന്ന സെറ്റിന് ഒരു അപ്പർ ബൗണ്ട് ഉണ്ട്. B1 ഈസ് ആൻ അപ്പർ ബൗണ്ട്. ഓക്കെ, അപ്പർ ബൗണ്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്, സുപ്രീമം ഉണ്ട്. ഓക്കെ, ദിസ് ഇസ് ബൈ കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി. ആ സുപ്രീമത്തിന് നമ്മളൊരു പേര് കൊടുക്കുകയാണ് psi. സോ ലെറ്റ് psi ഈക്വൽ ടു സുപ്രീമം ഓഫ് A. ഇനി ഞാൻ പ്രൂവ് ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്ത ഈ psi എന്ന് പറയുന്നയാൾ, സുപ്രീമം ഓഫ് A എന്ന് പറയുന്നയാൾ എല്ലാ INലും ഉണ്ടായിരിക്കുമെന്ന് കാണിക്കാൻ പോവുകയാണ്. എല്ലാ INലും ഉണ്ട് എന്ന് കാണിക്കാൻ ഈ psi എന്ന് പറയുന്ന എലമെൻറ്റ്
എ എന്നിനും ബി എന്നിനും ഇടയിലുണ്ട് എന്ന് കാണിച്ചാൽ മതി. ഫോർ ഓൾ n എലമെൻറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് സൈ ലൈസ് ബിറ്റ്വീൻ എ എൻ ആൻഡ് ബി എൻ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത് ഐ എന്നിലുണ്ട്. കാരണം ഐ എന്ന് പറഞ്ഞാൽ എ എൻ ബി എൻ ആണല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ സൈ എന്ന് പറഞ്ഞെടുത്തിരിക്കുന്നത് ആരെയാണ്? സൈ ഇസ് സുപ്രീമം ഓഫ് എ. എയിൽ ആരാ ഉള്ളത്? എല്ലാ എ എന്നുകളും. സുപ്രീമം എന്ന് പറഞ്ഞാൽ അപ്പർ ബൗണ്ട് ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എല്ലാ എ എന്നിനേക്കാളും വലുതാണ് സൈ. ഓക്കെ, എ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈ ഫോർ ഓൾ n എലമെൻറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. അത് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി അടുത്തതായിട്ട് ഞാൻ ഏതോ ഒരു നാച്ചുറൽ നമ്പർ ഫിക്സ് ചെയ്തു. ഈ ഫിക്സ് ചെയ്യുന്ന നാച്ചുറൽ നമ്പർ ആര് വേണമെങ്കിലും ആവാം. വേണമെങ്കിൽ 1 എടുക്കാം, 2 എടുക്കാം, 3 എടുക്കാം, 4 എടുക്കാം, 5 എടുക്കാം, ആര് വേണമെങ്കിലും ആവാം. പക്ഷെ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ദെൻ കെ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പർ. അപ്പോൾ എന്നും ഒരു നാച്ചുറൽ നമ്പറാണ്. ഇറ്റ് ഈസ് ഫിക്സഡ്. കെ ഈസ് എ നാച്ചുറൽ നമ്പർ. കെ എന്ന് പറയുന്നത് വാരി ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. സോ നമുക്ക് 2 പോസിബിലിറ്റീസ് ഉണ്ട്. ചിലപ്പോൾ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ആവാം, അല്ലെങ്കിൽ n ഗ്രേറ്റർ ദാൻ കെ ആവാം. ഇപ്പോൾ ട്രൈക്കോട്ടമി പ്രോപ്പർട്ടിയിൽ 2 പേരെ ഞാൻ ഒരുമിച്ച് എടുത്തിരിക്കുകയാണ്. n ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ഓർ n is greater than k. We have 2 chances. അപ്പോൾ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഐ എൻ ആണോ ഐ കെ ആണോ വലുതാവുക? ആലോചിക്കുക. I1ൻ്റെ ഉള്ളിലാണ് I2, അതിൻ്റെ ഉള്ളിലാണ് I3. അപ്പോൾ ഇൻഡെക്സ് IN IK അതിൽ NK ഇൻഡെക്സ് വലുതാകും തോറും സെറ്റ് ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വലിയ ഇൻഡെക്സ് എന്ന് പറയുന്നത് K ആണ്. അപ്പോൾ IK വിൽ ബി കണ്ടെയ്ൻഡ് ഇൻ IN. അപ്പോൾ നമുക്കതൊന്ന് വരച്ച് നോക്കി. ഇവിടെ വരച്ചിട്ടുണ്ട്. IK ഈസ് കണ്ടെയ്ൻഡ് ഇൻ IN. ഇതാണ് IK. ഇറ്റ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ IN. ഓക്കെ, അപ്പോൾ IK കണ്ടെയ്ൻഡ് ഇൻ IN. വാട്ട് ഇസ് IN? AN BN. വാട്ട് ഇസ് IK? AK BK. സോ ഈ AN AK BK BN ഇവരുടെ ആ ഓർഡർ എന്താണെന്ന് ഈ പിക്ചറിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ. സോ വി ക്യാൻ സേ ദാറ്റ് AN ലെസ് ദാൻ ഓർ ഈക്വൽ ടു AK അല്ലേ. AN ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു AK, AK ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു BK ആൻഡ് BK ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു BN. പിക്ചറിൽ നിന്ന് ഡയറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. IK കണ്ടെയ്ൻഡ് ഇൻ IN എന്നുള്ള പിക്ചർ ഓർത്താൽ മതി. ഇതിൽ നിന്ന് എനിക്ക് ആവശ്യമുള്ള കാര്യം ഞാൻ എടുക്കുകയാണ്. ദിസ് AK ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു BN. ഇതാണ് എനിക്ക് ആവശ്യം. AK ലെസ് ദാൻ ഓർ ഈക്വൽ ടു BN. ഇനി ഞാൻ രണ്ടാമത്തെ കേസ് എടുക്കുകയാണ്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് N ഗ്രേറ്റർ ദാൻ K. അപ്പോൾ വീണ്ടും ആലോചിക്കുക. ഇൻഡെക്സ് വലുതാകുമ്പോൾ സെറ്റ് ചെറുതാകും. ഇവിടെ വലുത് N ആണ്. സോ IN ചെറുതായിരിക്കും. ഓക്കെ, സോ ദിസ് ഇസ് IN ആൻഡ് ദിസ് ഇസ് IK. IN ആൻഡ് IK. അപ്പോൾ വീണ്ടും IN എന്ന് പറഞ്ഞാൽ AN BN ആണ്. IK എന്ന് പറഞ്ഞാൽ AK BK ആണ്. ഇപ്പോൾ ഈ AK AN BN BKയുടെ ഓർഡർ എന്ന് പറയുന്നത് എന്താണ്? AK ലെസ് ദാൻ ഓർ ഈക്വൽ ടു AN ലെസ് ദാൻ ഓർ ഈക്വൽ ടു BN ലെസ് ദാൻ ഓർ ഈക്വൽ ടു BK. പിക്ചറിൽ നോക്കാം. സോ ഇവിടെയും നമുക്ക് കിട്ടുന്നത് AK ലെസ് ദാൻ ഓർ ഈക്വൽ ടു BN. ആവശ്യമുള്ളത് മാത്രം ഞാൻ എടുത്തിരിക്കുകയാണ്. സോ 2 കേസിലും നമുക്ക് കിട്ടിയത് AK ലെസ് ദാൻ ഓർ ഈക്വൽ ടു BN ആണ്. ആൻഡ് ദിസ് ഇസ് ട്രൂ ഫോർ എവരി K എലമെൻറ്റ് ഓഫ് N. K എന്ന് പറയുന്നത് Nനേക്കാൾ വലുതായാലും ഈക്വൽ ആയാലും ചെറുതായാലും എല്ലാം നമുക്ക് കിട്ടുന്നത് AK ലെസ് ദാൻ ഓർ ഈക്വൽ ടു BN ആണ്. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മൾ എടുത്തിരിക്കുന്ന ഈ BN എന്ന് പറയുന്നയാൾ ക്യാപിറ്റൽ A എന്ന് പറഞ്ഞ എല്ലാ ANകളുടെയും കൂടി എല്ലാ AKകളുടെയും കൂടി ഒരു സെറ്റ് നമ്മൾ ഉണ്ടാക്കിയല്ലോ. ഇതിൻ്റെ അപ്പർ ബൗണ്ടാണ് BN, അപ്പർ ബൗണ്ട് ഓഫ് A. ഓക്കെ, സോ AK ലെസ് ദാൻ ഓർ ഈക്വൽ ടു BN ഫോർ ഓൾ K എലമെൻറ്റ് ഓഫ് N ആണ് കേട്ടോ. ഫോർ ഓൾ K എലമെൻറ്റ് ഓഫ് N. സോ
ബി എൻ ഈസ് ആൻ അപ്പർ ബൗണ്ട് ഓഫ് എ. ഇപ്പം നമുക്ക് എന്താ കിട്ടിയെന്ന് നോക്കുക. ക്യാപിറ്റൽ എയുടെ ഒരു അപ്പർ ബൗണ്ടാണ് ബി എൻ. അതിൻ്റെ ലീസ്റ്റ് അപ്പർ ബൗണ്ട് സുപ്രീമമാണ് സൈ. സോ വാട്ട് വിൽ ബി ദ റിലേഷൻ ബിറ്റ്വീൻ ദം? സൈയും ഒരു അപ്പർ ബൗണ്ടാണ്, ബി എന്നും ഒരു അപ്പർ ബൗണ്ടാണ്. പക്ഷേ സൈ എന്താണ്? ലീസ്റ്റ് അപ്പർ ബൗണ്ടാണ്. സോ വി ഷുഡ് ഹാവ് സൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എൻ. ഇനി എൻ എന്ന് പറയുന്ന നമ്പർ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ. ആ എൻ ആര് വേണമെങ്കിലും ആവാമെന്ന് നമ്മൾ അപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ വി ക്യാൻ സേ ദാറ്റ് psi less than or equal to bn for all n element of natural numbers. ഇതും നമുക്ക് ആവശ്യമുള്ളതാണ്. സോ ഞാനതിന് 2 എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1ലും 2ലും നമുക്ക് എന്താ കിട്ടിയെന്ന് നോക്കാം. 1ൽ നമുക്ക് കിട്ടിയിരുന്നത് an less than or equal to psi for all n element of natural numbers എന്നാണ്. 2ൽ നമുക്ക് കിട്ടിയത് psi less than or equal to bn for all n element of natural numbers എന്നാണ്. ഇത് രണ്ടും കൂടി ഞാൻ കമ്പൈൻ ചെയ്യാണ്. an is less than or equal to psi and psi is less than or equal to bn. So an less than or equal to psi less than or equal to bn for all n element of natural numbers. ഓക്കെ, anൻ്റെയും bnൻ്റെയും ഇടയിലുണ്ടെന്ന് വെച്ചാൽ ദാറ്റ് മീൻസ് psi is in in for all n element of natural numbers. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? If in equal to an bn is a nested sequence of closed bounded intervals, then there exists a number psi which is in in for all n element of natural numbers. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഈ ക്ലോസ്ഡ് ബൗണ്ടഡ് എന്നുള്ളത് കമ്പൽസറി ആണോ? ഇത് ഒഴിവാക്കിയാൽ ഈ റിസൾട്ട് ശരിയാവുമോ? ശരിയാവുന്ന ചാൻസുകൾ ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ ശരി എന്ന് പറയണമെങ്കിൽ എല്ലായ്പ്പോഴും ശരിയാണെങ്കിൽ നമ്മൾ ശരിയെന്ന് പറയുള്ളൂ. ഒരു പ്രാവശ്യമെങ്കിലും തെറ്റിയാൽ അത് തെറ്റാണ്. ഓക്കെ, അപ്പോൾ ക്ലോസ്ഡ് അല്ലെങ്കിൽ കുഴപ്പമുണ്ടോ? നെസ്റ്റഡ് സീക്വൻസ് ക്ലോസ്ഡ് അല്ല എങ്കിൽ ഇൻ്റർസെക്ഷനിൽ ആരും ഇല്ലാത്ത അവസ്ഥ വരുമോ? അപ്പോൾ ഞാൻ നോക്കുകയാണ്. ഐ എം ടേക്കിംഗ് in ആസ് ഓപ്പൺ 0 1/n. രണ്ട് സൈഡും ഓപ്പൺ ആണ്. ഇൻ്റർസെക്ഷൻ ഓഫ് inൽ ആരും ഉണ്ടാവില്ല. ദിസ് ഈസ് 5. സോ ഇഫ് യു റിലാക്സ് ക്ലോസ്ഡ്നെസ് the result fails. Okay, we cannot relax ഈ ക്ലോസ്ഡ് ഇൻ്റർവെൽ ആവണം എന്നുള്ള കണ്ടീഷൻ നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റില്ല. അടുത്തത് ബൗണ്ടഡ് ആവണം എന്ന് നിർബന്ധമുണ്ടോ? അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു എക്സാമ്പിൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഐ ആം ടേക്കിംഗ് in ഈക്വൽ ടു ഓപ്പൺ ഇൻ്റർവെൽ n ഇൻഫിനിറ്റി അല്ലെങ്കിൽ ക്ലോസ്ഡ് ഇൻ്റർവെൽ n ഇൻഫിനിറ്റി എടുത്തോളൂ. ഇപ്പോഴും ഇൻ്റർസെക്ഷൻ in എന്ന് പറയുന്നത് വിൽ ബി empty. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? We cannot relax boundedness. നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ രണ്ട് കണ്ടീഷനും നമുക്ക് മസ്റ്റാണ്. ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവെൽ ആണെങ്കിൽ മാത്രമേ psi എലമെൻറ്റ് ഓഫ് in for all n എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുള്ളൂ. ഇനി ഇതിന് നമ്മൾ ഒരു തിയറം കൂടി, ഇതിനോട് കണക്റ്റഡ് ആയിട്ടുള്ള വേറൊരു തിയറാണ് ഞാനിനി പറയുന്നത്. ഈ ഒരു തിയറം കൂടി ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ ഈ സെഷൻ അവസാനിപ്പിക്കുകയാണ്. സപ്പോസ് in ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻ്റർവെൽ an bn ഈസ് എ നെസ്റ്റഡ് സീക്വൻസ് ഓഫ് ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവെൽസ്. നേരത്തെ പോലെ തന്നെ ഇവിടെ ഒരു പ്രത്യേകത പറഞ്ഞിരിക്കുന്നത് an bn എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത്ത്, an bn എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇറ്റ് ഈസ് bn minus an. Okay, bn minus an. It satisfies the property infimum of bn minus an is equal to 0. ഈ ലെങ്ത്തുകളുടെ എല്ലാം കൂടി സെറ്റ് എടുക്കുക. ഈ i എന്ന് പറയുന്ന വി ഹാവ് എ നെസ്റ്റഡ് സീക്വൻസ് ഓഫ് ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവെൽസ്. ഇതിലെ ഓരോ ഇൻ്റർവെല്ലിൻ്റെയും ലെങ്ത്ത് എടുക്കുക. ഈ ലെങ്ത്തുകളുടെ ഒരു സെറ്റ് എടുക്കുന്നു നമ്മൾ. ആ സെറ്റിൻ്റെ ഇൻഫിമം 0 ആയിരിക്കും.
ഓക്കെ, ദെൻ ദ നമ്പർ psi contained in In for all n element of natural numbers is unique. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന സീക്വൻസിൻ്റെ പ്രത്യേകത, നെസ്റ്റഡ് സീക്വൻസിൻ്റെ പ്രത്യേകത, അതിൻ്റെ ലെങ്ത് കുറഞ്ഞു സീറോയിലേക്ക് വരികയാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാത്തിലും കോമൺ ആയിട്ട് ഒരു എലമെൻറ്റേ ഉണ്ടാവുള്ളൂ. നേരത്തെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഒരെലമെൻറ്റെങ്കിലും ഉണ്ടാവും എന്നാണ്. ഓക്കെ, ഇൻ്റർസെക്ഷൻ നോൺ എം ടി ആണെന്നാണ്. ഇവിടെ പറയുന്നത് ഇൻ്റർസെക്ഷനിൽ ഒരാളെ ഉണ്ടാവുള്ളൂ. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ സൈ എന്ന് പറയുന്ന എലമെൻ്റ് ഉണ്ടല്ലോ, സുപ്രീമം ഓഫ് ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞുണ്ടാക്കിയല്ലോ, ആ ഒരു എലമെൻറ്റ് മാത്രമേ എല്ലാ ഐ എന്നിലും കോമൺ ആയിട്ട് ഉണ്ടാവുള്ളൂ, വേറെ ആരും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. സോ നമുക്ക് ഇതിൻ്റെ പ്രൂഫ് നോക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ പ്രൂഫിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പറയണേ. എ ക്യാപിറ്റൽ എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എ കെ എന്ന് പറയുന്നൊരു സെറ്റ് എടുത്തു, അത് ബൗണ്ടഡ് എബോവ് ആണെന്ന് പറഞ്ഞു. അതിൻ്റെ സുപ്രീമം എല്ലാ ഐ എന്നിലും ഉണ്ട് എന്നും നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി അടുത്തത് നിങ്ങൾക്കുള്ളൊരു എക്സസൈസാണ്. ഈ നെസ്റ്റഡ് ഇൻ്റർവൽസ് പ്രോപ്പർട്ടിയുടെ പ്രൂഫിൽ ചെയ്ത പോലെ യു ഡു വൺ തിങ്. ഇപ്പോൾ നമ്മൾ എല്ലാ എ കെകളുടെയും സെറ്റ് എടുത്തില്ലേ, അതുപോലെ എല്ലാ ബി കെകളുടെയും സെറ്റ് എടുക്കുക. പ്രൂവ് ദാറ്റ് ഇറ്റ് ഈസ് ബൗണ്ടഡ് ബിലോ. ആൻഡ് ബൗണ്ടഡ് ബിലോ ആണെങ്കിൽ ഇൻഫിമം ഉണ്ടാവുമല്ലോ, ആ ഇൻഫിമത്തിനെ ഈറ്റ എന്ന് പേര് വിളിച്ചു. ഈറ്റ ഈക്വൽ ടു ഇൻഫിമം ഓഫ് ബി. ഇറ്റ് ഈസ് ഇൻ IN ഫോർ ഓൾ n എലമെൻറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പ്രൂവ് ചെയ്യുക. അപ്പോൾ പ്രൂഫ് സിമിലർ, നേരത്തെ നമ്മൾ നെസ്റ്റഡ് ഇൻ്റർവൽസ് പ്രോപ്പർട്ടിയുടെ പ്രൂഫ് എങ്ങനെ ചെയ്തോ അതുപോലെ തന്നെ അതിന് അനലോഗസ് ആയിട്ട് നമുക്കിവിടെ ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് ആൻ എക്സസൈസ് ഫോർ യു. ഓക്കെ, ഈ പ്രൂഫ് നിങ്ങൾ ഒരു പ്രാവശ്യം തനിയെ ഉണ്ടാക്കിയാൽ നെസ്റ്റഡ് ഇൻ്റർവൽസ് പ്രോപ്പർട്ടിയുടെ പ്രൂഫ് നിങ്ങൾ പഠിച്ചു എന്നാണ് അർത്ഥം. കാരണം രണ്ടും ഒരുപോലെ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു നിർത്തിയത് സൈ എല്ലാ ഐ എന്നിലും ഉണ്ട്, ഈറ്റയും എല്ലാ ഐ എന്നിലും ഉണ്ട്. പിന്നെ ഈ എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സൈ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈറ്റ എന്ന് അവിടെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ, സൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈറ്റ എന്ന് പറഞ്ഞു. അപ്പോൾ സൈ ഈറ്റ എന്നുള്ള ഇൻ്റർവെല്ല് കൺസിഡർ ചെയ്യുകയാണ് ഞാൻ. ആ സൈ ഈറ്റ എന്നുള്ള ഇൻ്റർവെല്ലിലെ ഒരു എലമെൻ്റാണ് എക്സ്. ദെൻ നമുക്ക് ഓൾറെഡി അറിയാം ആരാണ് ഈ സൈ എന്ന് പറഞ്ഞാൽ. ഈ സൈ എന്ന് വെച്ചാൽ ദിസ് ഇസ് സുപ്രീമം ഓഫ് ക്യാപിറ്റൽ എ. ക്യാപിറ്റൽ എയിലുള്ള എലമെൻറ്റ്സ് ആണ് എ എന്നുകൾ. അപ്പോൾ AN ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈ ആയിരിക്കും. ഇനി ഇപ്പം ഞാൻ എക്സ് എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? എക്സ് ഈസ് ഇൻ സൈ ഈറ്റ. സോ ഐ ഹാവ് സൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈറ്റ. ഓക്കെ, സൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈറ്റ. ആൻഡ് ഈറ്റ എന്ന് പറഞ്ഞാൽ ആരാ? ദിസ് ഈസ് ഇൻഫിമം ഓഫ് ബി. അതായത് ബി എന്ന് പറയുന്ന സെറ്റിൻ്റെ ലോവർ ബൗണ്ടാണ് ഈറ്റ. സോ ഈറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു BN ഫോർ ഓൾ n ആയിരിക്കും. ഓക്കെ, ഇനി ഞാൻ ഈ സൈയും ഈറ്റയും ഇവിടെ നിന്ന് കളയുകയാണ് കേട്ടോ. ബാക്കിയുള്ളവരെ മാത്രം എടുത്താൽ AN ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു BN ഫോർ ഓൾ n എലമെൻറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് കിട്ടും. ANനും BNനും ഇടയിലുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം INലുണ്ട്. സോ എക്സ് എലമെൻറ്റ് ഓഫ് IN ഫോർ ഓൾ n എലമെൻറ്റ് ഓഫ് n. ഓക്കെ, അപ്പോൾ എന്താ നമുക്ക് കിട്ടിയത്? എക്സ് നമ്മൾ എവിടെ നിന്നാണ് ആദ്യം എടുത്തത്? സൈ ഈറ്റ എന്നുള്ള ഇൻ്റർവെല്ലിൽ നിന്നാണ് എടുത്തത്. ഇപ്പോൾ അത് എല്ലാ INലും ഉണ്ടെന്ന് കിട്ടി. അപ്പോൾ സൈ ഈറ്റ എന്ന് പറയുന്ന ഈ ഇൻ്റർവെല്ലിലെ ഏത് എലമെൻ്റ് എടുത്താലും അത് എല്ലാ INലും ഉണ്ടായിരിക്കും. സോ ഇൻ്റർവെൽ ക്ലോസ്ഡ് ഇൻ്റർവെൽ സൈ ഈറ്റ ഈസ് എ സബ്സെറ്റ് ഓഫ് IN ഫോർ ഓൾ n എലമെൻറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് കിട്ടും. ഓക്കെ, ഇനി ഞാൻ അടുത്തതായിട്ട് എടുക്കുകയാണ്. ഒരു എക്സ് എല്ലാ INലും ഉണ്ട് എന്ന് കരുതുന്നു. എക്സ് എല്ലാ INലും ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം AN ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു BN ആണ്. ദിസ് ഇസ് ട്രൂ ഫോർ എവറി n എലമെൻറ്റ് ഓഫ് n. ഇനി ഞാൻ ഇതിൻ്റെ
ഫസ്റ്റ് പാർട്ട് ഇത് മാത്രം എടുക്കണം കേട്ടോ. an ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഫോർ ഓൾ എൻ എലമെൻറ്റ് ഓഫ് എൻ ആണെങ്കിൽ എക്സ് ക്യാപിറ്റൽ എയുടെ അപ്പർ ബൗണ്ടാണ്. ഓക്കെ, ക്യാപിറ്റൽ എയുടെ ലീസ്റ്റ് അപ്പർ ബൗണ്ടാണ് സൈ. ഇപ്പോൾ എക്സ് ഒരു അപ്പർ ബൗണ്ടാണെന്ന് കിട്ടി. ഇപ്പോൾ ലീസ്റ്റ് അപ്പർ ബൗണ്ടിനേക്കാൾ വലുതോ അല്ലെങ്കിൽ ഈക്വലോ ആയിരിക്കും എക്സ്. സോ വി ക്യാൻ സേ ദാറ്റ് സൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. ഓക്കെ, ഇതുപോലെ ഇനി ഞാൻ അടുത്ത ഭാഗം എടുക്കുകയാണ്. ഏത് ഭാഗം? എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എൻ ഫോർ ഓൾ എൻ എലമെൻറ്റ് ഓഫ് എൻ. അപ്പോൾ എനിക്ക് എന്ത് പറയാൻ പറ്റും? എക്സ് എല്ലാ ബി എന്നിനേക്കാളും ചെറുതാണെങ്കിൽ എക്സ് ക്യാപിറ്റൽ ബിയുടെ ലോവർ ബൗണ്ടാണ്. ഓക്കെ, ക്യാപിറ്റൽ ബിയുടെ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടാണ് ഈറ്റ. എക്സ് ഏതോ ലോവർ ബൗണ്ട്, ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ഈറ്റ ആണെങ്കിൽ അതായിരിക്കുമല്ലോ വലുത്, ഗ്രേറ്റസ്റ്റ് ആണല്ലോ. സോ എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈറ്റ. അപ്പോൾ എന്തൊക്കെ കിട്ടി? സൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആൻഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈറ്റ. അപ്പോൾ എക്സ് എവിടെ ഉണ്ടാവും? സൈ ഈറ്റ എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ ഉണ്ടാവും. അപ്പോൾ എന്താ നിങ്ങൾക്ക് കിട്ടിയത്? നമ്മൾ ആദ്യം എടുത്തു എക്സ് ഈസ് ആൻ എലമെൻറ്റ് ഓഫ് സൈ ഈറ്റ എന്നെടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എക്സ് ഈസ് ഇൻ ഐ എൻ ഫോർ ഓൾ എൻ എന്ന് കിട്ടി. ഇനി ഇപ്പം നമ്മളെടുത്തു എക്സ് എലമെൻറ്റ് ഓഫ് ഐ എൻ ഫോർ ഓൾ എൻ എടുത്തു ആൻഡ് വി ഗോട്ട് എക്സ് ഈസ് ഇൻ ഇൻ്റർവെൽ സൈ ഈറ്റ. ഓക്കെ, സോ എക്സ് എലമെൻറ്റ് ഓഫ് ഐ എൻ ഫോർ ഓൾ എൻ if and only if implies and implied by x element of psi eta എന്ന് കിട്ടി. അതായത് എല്ലാ ഐ എന്നുകളുടെയും ഇൻ്റർസെക്ഷൻ എടുത്താൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റർവെൽ സൈ ഈറ്റ. ഓക്കെ, നമുക്ക് കാണിക്കേണ്ടത് എല്ലാ ഐ എന്നിലും കോമൺ ആയിട്ട് ഒരൊറ്റ എലമെൻറ്റേ ഉണ്ടാവുള്ളൂ എന്നാണ് കാണിക്കേണ്ടത്. ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് സൈ തുടങ്ങി ഈറ്റ വരെയുള്ള എല്ലാവരും ഇൻ്റർസെക്ഷൻ ഐ എന്നിൽ ഉണ്ടെന്നാണ്. അപ്പോൾ ഒരാളേ ഉള്ളൂ എന്ന് കാണിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? സൈ ഈക്വൽ ടു ഈറ്റ എന്ന് കാണിച്ചാൽ മതി. അപ്പോൾ പിന്നെ ഈ ഇൻ്റർവെല്ലിൽ ഒരാളല്ലേ ഉണ്ടാവുള്ളൂ. സോ നമുക്ക് അതാണ് ഇനി ചെയ്യാൻ പോണേ. ഇപ്പം നമുക്ക് കിട്ടിയത് ഇൻ്റർവെൽ സൈ ഈറ്റ ഇസ് കണ്ടെയ്ൻഡ് ഇൻ ഐ എൻ ഫോർ ഓൾ എൻ എലമെൻറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ എല്ലാ ഐ എന്നിലും ഉണ്ടെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കുക, ഇതാണ് ഐ എൻ. സൈ ഈറ്റ എന്ന് പറയണത് ഇതിൻ്റെ ഉള്ളിലാണ്. സോ ദിസ് ഇസ് എ എൻ ബി എൻ. ഇത് സൈ ഈറ്റ ആണെന്ന് വിചാരിക്കാം. സോ വാട്ട് ഇസ് ലെങ്ത് ഓഫ് ഐ എൻ? ഇറ്റ് ഇസ് ബി എൻ മൈനസ് എ എൻ. ലെങ്ത് ഓഫ് സൈ ഈറ്റ ഈസ് ഈറ്റ മൈനസ് സൈ. സോ വി ക്യാൻ സേ ദാറ്റ് eta minus psi is less than or equal to bn minus an for all n element of natural numbers. ഓക്കെ, ഇനി ഈ എ എൻ ബി എന്നുകളുടെ എ എൻ മൈനസ് ബി എന്നുകളുടെ ഇൻഫിമം 0 ആണല്ലേ. അപ്പോൾ ഇപ്പം നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് എ എൻ മൈനസ് ബി എന്നുകളുടെ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് 0 ആണ്. ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് 0 ആണ്. അതിൻ്റെ ഒരു ലോവർ ബൗണ്ടാണ് ഈറ്റ മൈനസ് ഐ. ഇപ്പോൾ ബി എൻ മൈനസ് എ എന്നിനേക്കാൾ ചെറുതാണ് ഈറ്റ മൈനസ് ഐ ആൻഡ് ദിസ് ഇസ് ട്രൂ ഫോർ എവരി എന്നല്ലേ പറഞ്ഞിരിക്കണേ. സോ ഈറ്റ മൈനസ് ഐ ഈസ് സം ലോവർ ബൗണ്ട്. ദിസ് ഈസ് ലോവർ ബൗണ്ട്. ഇതാണെങ്കിൽ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട്. അപ്പോൾ ലോവർ ബൗണ്ട് എന്ന് പറയുന്നത് ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടിനേക്കാൾ ചെറുതായിരിക്കണമല്ലോ. സോ ഈറ്റ മൈനസ് ഐ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് വെച്ചാലോ ഈറ്റ is greater than or sorry eta is ഓക്കെ. ഇപ്പം നമുക്ക് കിട്ടിയത് ഈറ്റ മൈനസ് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്നാണ് കിട്ടിയത്. ഓക്കെ, നേരത്തെ 1 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈറ്റ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സൈ എന്നാണ്. ഈറ്റ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സൈ ആണെങ്കിൽ ഈറ്റ മൈനസ് ഐ വലുതിൽ നിന്ന് ചെറുത് കുറച്ചാൽ ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുക. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആൻഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആണെങ്കിൽ എ ഈക്വൽ ടു ബി ആണല്ലോ. സോ വി ക്യാൻ സേ ദാറ്റ് ഈറ്റ മൈനസ് ഐ ഈസ് ഈക്വൽ ടു 0. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്താൽ
ഈറ്റ മൈനസ് സൈ ഈസ് ഈക്വൽ ടു 0 മീൻസ് ഈറ്റ ഈക്വൽ ടു സൈ ഓർ സൈ ഈസ് ഈക്വൽ ടു ഈറ്റ. അപ്പോൾ ഇൻ്റർസെക്ഷൻ ഐ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആരാണ്? നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ഇത് ഇൻ്റർവെൽ സൈ ഈറ്റയാണെന്ന്. സൈ ഈറ്റ എന്നുള്ളതിനെ എനിക്കിപ്പോൾ ഇൻ്റർവെൽ സൈ എന്ന് എഴുതാം, ബിക്കോസ് സൈ ആൻഡ് ഈറ്റ ബോത്ത് ആർ സെയിം. ക്ലോസ്ഡ് ഇൻ്റർവെൽ സൈ എന്ന് വെച്ചാൽ അതിലൊറ്റ ആളേ ഉണ്ടാവുള്ളൂ, സൈ മാത്രം. സൈ മുതൽ സൈ വരെ സൈ മാത്രമേ ഉള്ളൂ അതിൽ. ഓക്കെ, സോ ഇൻ്റർസെക്ഷനിൽ ഒരൊറ്റ ആളേ ഉള്ളൂ, അത് ഈ സൈ ആണ്. സോ ദ നമ്പർ സൈ കണ്ടെയ്ൻഡ് ഇൻ IN ഫോർ ഓൾ n എലമെൻറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഇസ് യൂണീക്ക് എന്ന് നമ്മളിവിടെ പ്രൂവ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ സെഷനിൽ പഠിക്കുന്നത്. കൂടുതലായിട്ട് ഇൻ്റർവെൽസിനെ കുറിച്ച് നമ്മൾ വീണ്ടും നമ്മുടെ ഡിസ്കഷൻ അടുത്ത സെഷനിൽ കണ്ടിന്യൂ ചെയ്യും. സോ നെസ്റ്റഡ് ഇൻ്റർവെൽസ് പ്രോപ്പർട്ടി വളരെ പ്രധാനപ്പെട്ട ഒരു റിസൾട്ടാണ്. essay ക്വസ്റ്റ്യനായിട്ടും ഷോർട്ട് essay ആയിട്ടും ഒക്കെ ഒരുപാട് വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. സോ സ്റ്റേറ്റ്മെൻറ്റും പ്രൂഫും വളരെ തറോ ആയിരിക്കണം. രണ്ട് റിസൾട്ടുകളും വളരെ പ്രധാനപ്പെട്ട റിസൾട്ടുകളാണ് എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് പഠിക്കാം.